സേനാപതി വേണു നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ സേനാപതി വേണു, വളരെ വിശാലമായിട്ടുള്ള വളരെ ഭാവനാസമ്പന്നമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. വി ഡി സതീശൻ്റെ കന്നി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ പുതിയുഗ കേരളത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്നാണ് ഈ ബഡ്ജറ്റിൻ്റെ ആമുഖമായി തന്നെ പറയുന്നത്. പക്ഷേ ഈ ബഡ്ജറ്റ് വന്നതിന് പിന്നാലെ ഇടതുപക്ഷത്തിൽ നിന്നും BJPയിൽ നിന്നും വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ഒരു സ്വപ്നം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വിഷൻ മാത്രമാണ്, പക്ഷേ ഒരു ബഡ്ജറ്റല്ല. ഈ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള വിഭവ സമാഹരണമോ ധനസമാഹരണമോ ഒന്നും തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല. കേവലം വാഗ്ദാനങ്ങളുടെ പെരുമഴ മാത്രമാണ് എന്ന തരത്തിലുള്ള ചില ആക്ഷേപങ്ങളുണ്ട്. എന്താണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഒന്ന്, ഈ ബജറ്റ് ഇത് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ അടുത്ത ഒരു 1/4 നൂറ്റാണ്ട് കാലത്തെ വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഭാവനാപൂർണമായ ഒരു ബജറ്റ്. അത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഒന്ന്, നമുക്കറിയാം, ധവളപത്രം ഇറക്കിയപ്പോഴും ഈ ബജറ്റിലും ബഹുമാന്യനായ ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി കൂടിയായ ധനകാര്യമന്ത്രി കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ചൂണ്ടിക്കാണിച്ചു. 5,07,000 കോടിയുടെ കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമുക്കിനി കടമെടുത്തുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അന്യ ആളുകളുടെ കയ്യിലിരിക്കുന്ന വായ്പകൾ കണ്ടുകൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ നടത്താൻ പറ്റത്തില്ല. കേരളത്തിന് തനതായ വരുമാന മാർഗം കണ്ടെത്തുന്നു. ആ വരുമാന മാർഗം കണ്ടെത്തുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, സ്വകാര്യ മൂലധനം അല്ലെങ്കിൽ സ്വകാര്യ പണം നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണം എന്നതുകൊണ്ട് ഇപ്പം ചിലർ ഇടതുപക്ഷം ഇപ്പം വളരെ വലിയ രീതിയിൽ ഞങ്ങളെ വിമർശിക്കുന്നത് അംബാനിക്കും അദാനിക്കുമൊക്കെയായി കേരളത്തെ തീരെഴുതാൻ പോകുന്നു, തുറമുഖങ്ങൾ തീരദേശങ്ങളെ വിൽക്കാൻ പോകുന്നു എന്ന്. അതല്ല, മറിച്ച് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അത് കേരളത്തിനുള്ളിൽ താമസിക്കുന്നവരാകട്ടെ, കേരളത്തിന് വെളിയിൽ താമസിക്കുന്നവരാകട്ടെ, അതല്ല ഇനി വിദേശത്ത് താമസിക്കുന്നവരാകട്ടെ, മലയാളികൾ മാത്രമല്ല, ഞങ്ങളെല്ലാ ആളുകളെയും, സ്വകാര്യ നിക്ഷേപകരെ ഞങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ പ്രതിബദ്ധരാണ് എന്നവരെ ഓർമ്മപ്പെടുത്തുക. അതിനർത്ഥം കേരളത്തിലെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കുമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തെ വിറ്റുതുലയ്ക്കുമെന്നോ, ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തെ വൻകിടക്കാർക്ക് തീരെഴുതി കൊടുക്കുമോ എന്നൊന്നുമില്ല. ഞാൻ ഒറ്റ ഉദാഹരണം അങ്ങയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ആന്തൂരിലെ സാജൻ എന്ന് പറയുന്ന ഒരു ചെറുകിട 12 കോടി രൂപ 18 കോടി രൂപ ഒരു ഷോപ്പിംഗ് മാളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വിദേശ മലയാളി പ്രവാസി. എന്തുകൊണ്ടാണ് ആ പ്രവാസി ആത്മഹത്യ ചെയ്ത്? അയാൾ അദാനിയോ അംബാനിയോ ഒന്നുമല്ല. അയാൾ കേരളത്തിൽ അയാളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമായി ലഭിച്ച 18 കോടി രൂപ ഈ നാട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു എന്ന ഒറ്റ തെറ്റിലാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആ രീതിയിലുള്ള സ്വകാര്യ മൂലധനങ്ങൾ നാട്ടിൽ നിക്ഷേപിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിദേശ മലയാളികളെയും പ്രവാസി മലയാളികളുടെയും ഒക്കെ സബ്മിറ്റുകൾ വിളിച്ചു കൂട്ടുന്നത്? ലോക മലയാളി സമ്മേളനം നമ്മൾ കൂടുന്നത് എന്തിനാ? ലോക മലയാളി സമ്മേളനം കൂടുന്നത് ചായ കുടിച്ച് പിരിയാനാണോ? അല്ല, അവർക്ക് പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിന്, നമുക്ക് ഇത്രയും ഭാരിച്ച സാമ്പത്തിക ബാധ്യത നിൽക്കുന്ന കേരളത്തിന് ഇനി പൊതുമേഖലയിൽ നിന്ന് പണം കണ്ടെത്തി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോൾ കേരളത്തിന് വേണ്ടത് എന്താണ്? കേരളത്തിന് തനതായ രീതിയിൽ സ്വകാര്യ മേഖലയിൽ നിന്ന് മൂലധനം കണ്ടെത്തണം. ആ മൂലധനം കണ്ടെത്താനുള്ള ചെറുതും വലുതുമായ വഴികളാണ് ഈ ബജറ്റിലൂടെ ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഗതാഗത മേഖലയിലുള്ള പ്രതിസന്ധിയാണ്. നമുക്ക് ചരക്ക് നീക്കം സുഗമമായിട്ട് സാധ്യമാകുന്നില്ല. കാരണം എന്താ? റോഡുകൾ കൺജസ്റ്റഡ് ആണ്, റെയിൽവേ ലൈനുകൾ പര്യാപ്തമല്ല. ഈ ചരക്ക് നീക്കം, പ്രത്യേകിച്ച് വിഴിഞ്ഞം പോലുള്ള പോർട്ടുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ സുഗമമായി നീങ്ങണമെങ്കിൽ നമ്മുടെ റോഡ് ഗതാഗതം അല്ലെങ്കിൽ റോഡുകളുടെ ഇപ്പോഴത്തെ എണ്ണവും അതിൻ്റെ അളവും പര്യാപ്തമല്ല. അതുകൊണ്ടാണ് ജലഗതാഗതത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ കേരളത്തിൽ രൂപം കൊടുക്കാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ചരക്ക് നീക്കത്തിൻ്റെ ചെലവ് അതിൻ്റെ 10-1 100-1 ആയി ചെലവുകൾ കുറയുന്ന ഒരു ഘട്ടത്തിൽ റോഡുകളുടെ തിരക്കുകൾ കുറയും, സുഗമമായ ചരക്ക് നീക്കം, അത് കേരളത്തിൻ്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകും എന്ന വിവിധങ്ങളായ പദ്ധതികൾ, ഞങ്ങൾ 1-2 മാത്രമല്ല പദ്ധതികൾ, അങ്ങനെ നിരവധിയായ പദ്ധതികൾ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിലവിലുള്ള കേരളത്തിൻ്റെ വരുമാന സ്രോതസ്സുകളെ മാത്രം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പുതിയ സ്രോതസ്സുകൾ നമ്മൾ കണ്ടെത്തിയേ മതിയാവൂ. അത് കണ്ടെത്തലിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ വി ഡി സതീശൻ
ഒരു കാര്യം ധവളപത്രത്തിലും അടിവരയിട്ട് പറഞ്ഞത്, ഇതിലും പറഞ്ഞത്, ഇതിൽ സ്വകാര്യവൽക്കരണമില്ല, കുത്തകൾക്ക് തീരെഴുതി കൊടുക്കലില്ല, മറിച്ച് സ്വകാര്യ നിക്ഷേപകരുടെ മൂലധനം കൂടി കേരളത്തിൻ്റെ വികസനത്തിനായി നമുക്ക് ഉപയോഗിക്കണം, അതിന് പുതിയ മാർഗങ്ങളും വഴികളും കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മുടെ ഈ ബജറ്റിനായി ഏറ്റവും അധികം ഊന്നൽ നൽകുന്നത്. ഇനി നമുക്കറിയാം ജനക്ഷേമകരമായ ഒരുപാട് പദ്ധതികൾ, കാരണം സാധാരണ പൗരന്മാരെ സഹായിച്ചുവെങ്കിൽ മാത്രമേ, അവരുടെ ജീവിത നിലവാരം ഉയർത്തിയെങ്കിൽ മാത്രമേ പൊതുസമൂഹത്തിൻ്റെ ജീവിത നിലവാരത്തിന് ഉയർച്ച വരികയുള്ളൂ. ഞങ്ങൾ അതുകൊണ്ടാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പദ്ധതി. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലാ പദ്ധതിയും നടപ്പിലാക്കിയോ? ഇല്ല, ഞങ്ങൾ നടപ്പിലാക്കുക. ഞങ്ങളുടെ ഗവൺമെൻറ് കഴിഞ്ഞ 18-ാം തീയതി അധികാരത്തിൽ വന്നു. ഇന്നലെ 30 ദിവസം പൂർത്തിയായി, ഇന്ന് 31-ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഇനിയും 59 മാസം കൂടി കേരളത്തിൽ ഭരണം നടത്തേണ്ടവരാണ്. ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും പടിപടിയായി ഞങ്ങൾ നടപ്പിലാക്കും. ആ നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് കഴിഞ്ഞ ദിവസം KSRTC 15-ാം തീയതി മുതൽ ഞങ്ങൾ KSRTC ബസ്സുകൾ. അപ്പോൾ ചോദിക്കും എല്ലാ KSRTC ഇല്ല, ഞങ്ങൾ 3125 ഓർഡിനറി ബസ്സുകൾ, സിറ്റി ടു സിറ്റി ബസ്സുകൾ ടൗൺ സർവീസുകളിൽ ഇപ്പോഴാക്കിയിട്ടുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ സ്ത്രീകൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പടിപടിയായി ഞങ്ങൾ ഓരോ പദ്ധതിയും, ഇപ്പോൾ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന്, കേരളത്തിലെ 75-80 ലക്ഷം കുടുംബങ്ങളാണുള്ളത്. അപ്പോൾ ചോദിക്കും ഈ 10 കോടി രൂപ പര്യാപ്തമാണോ? അല്ല, ഞങ്ങൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഇത് വച്ചിരിക്കുന്നു. ഇത് പടിപടിയായി ഞങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ ബജറ്റ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു ബജറ്റ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബജറ്റിൻ്റെ എന്താ വിസ്മയം, 1 രൂപയുടെ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു ബജറ്റിൽ നികുതി വർദ്ധിപ്പിക്കാത്ത, ആകെ വർദ്ധിപ്പിച്ച ഒരു നികുതി എന്ന് പറയുന്നത് 40 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നവർക്ക് അത് മാത്രമാണ് ഒരു നികുതി. അതല്ലാതെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഒരു വെള്ളി രൂപയുടെ ഒരു നികുതി വർധനവ് ഈ ഗവൺമെന്റ് ഈ ബജറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുതന്നെയാണ് ഈ ബജറ്റിന്റെ ഒരു വിസ്മയം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന പലതും ഈ ബജറ്റിൽ ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വയ്ക്കുകയാണ്. ഒന്ന്, നമുക്കറിയാം നമ്മുടെ നാട് വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഇപ്പോൾ കേരളത്തിൽ. ബാക്കി ആളുകൾ ചെറുപ്പക്കാരിവിടെ ഇല്ല. കാരണം എന്താ? അവന് സ്റ്റാർട്ടപ്പ് പദ്ധതികൾ തുടങ്ങാൻ പറ്റത്തില്ല, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റത്തില്ല. ഇതെല്ലാം അവൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റുകാരൻ അടിച്ചു പൂട്ടിക്കും, അതല്ല എങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത സ്ഥിതിവിശേഷം. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ബ്രെയിൻ ഡ്രെയിൻ തടയണമെങ്കിൽ നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. ഞങ്ങൾ വയനാട്ടിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി അവിടെ പുതിയ സർവകലാശാല പോലും ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൻ്റെ എല്ലാ തുറകളും എല്ലാ തലങ്ങളും സമഗ്രമായി ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരിശോധിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് വരുന്ന കേരളത്തിലെ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ, അതാണല്ലോ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളെ അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട്, വിധിയുമായി നാം സന്ധി ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് വരാൻ പോകുന്ന കേരളത്തെ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ നമുക്ക് കെട്ടിപ്പടുക്കണം. അതിനുവേണ്ടിയുള്ള വലിയ തീവ്രമായ ഒരു ശ്രമമാണ് ഈ ബജറ്റിൽ ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബജറ്റ് ഭാവി കേരളത്തിന്റെ ഒരു ചൂണ്ടുപലകയാണ്, ദിശാസൂചികയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് അത് വളരെ കൃത്യമാണ് എന്ന് ആമുഖമായി ഈ ഫേസിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീമാൻ സേനാപതി വേണു, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അങ്ങ് പറഞ്ഞു ഭാവനാസമ്പന്നമായ ഒരു ബഡ്ജറ്റാണ് എന്ന്. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ യുവജനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന, കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന ഒരു ബഡ്ജറ്റായിരിക്കും ഇത് എന്നാണ് അന്ന് മുഖ്യമന്ത്രിയായ ധനമന്ത്രി കൂടിയായ വി ഡി സതീശൻ വ്യക്തമാക്കിയത്. എന്താണ് ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടി? നമുക്കറിയാം ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പ്രധാനപ്പെട്ട ഒരു മുന്നോട്ട് വെച്ച ഒരു ഭാഗമായിരുന്നു വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർക്ക് പലിശരഹിതമായി 5 ലക്ഷം രൂപയുടെ വായ്പ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം പോലും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. യുവജനങ്ങളെ മുൻനിർത്തിയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കൾക്ക് ഗുണമുള്ള എന്ത് ഒരു പ്രഖ്യാപനമാണ് ഈ ബഡ്ജറ്റിലുള്ളതെന്ന് അങ്ങ് പറയൂ. അല്ല, ഒന്ന്, ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞിരിക്കുന്ന 5 ഗ്യാരണ്ടികളും അതോടൊപ്പം തന്നെ വയോജനക്ഷേമം 6 ഗ്യാരണ്ടികൾ, 5 ഗ്യാരണ്ടികളും ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 30 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിത് നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 5 ലക്ഷം രൂപ സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് എന്ന് പറഞ്ഞാൽ
ബിരുദധാരികളായ അല്ലെങ്കിൽ എന്താ പറയുക പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർക്ക് യാതൊരു രീതിയിലുള്ള ഈടുമില്ലാതെ 5 ലക്ഷം രൂപ അവർക്ക് വായ്പ കൊടുക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക. ആ പ്രഖ്യാപനം ഞങ്ങൾ പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെറുപ്പക്കാരോട് പറഞ്ഞിരിക്കുന്നത് ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷനാണ്. അത് വെറുതെ BAയും BComഉം പഠിച്ച് സമരവും ചെയ്ത് ഡിഗ്രിയുമായിട്ട് ഇറങ്ങുന്നതല്ല, മറിച്ച് ലോക നിലവാരത്തിൽ ഉള്ള വിദ്യാഭ്യാസം ഈ കേരളത്തിൽ സംജാതമാക്കിക്കൊണ്ട് ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെറുപ്പക്കാരെ സ്റ്റാർട്ടപ്പുകളും പുതിയ ബിസിനസ് സംരംഭങ്ങളും തുടങ്ങാൻ അവരെ ശേഷിയും പ്രാപ്തരുമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പഠിച്ചിറക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവൻ പോകട്ടെ, അവന് ഏറ്റവും വെറുതെ ഒരു എന്താ പറയുക ആൾക്കൂട്ടം പോയി ബംഗാളിൽ നിന്ന് അല്ലെ വടക്കേ ഇന്ത്യയിൽ നിന്ന് തൊഴിലാളി ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന പോലെ ആളുകൾ പോകാനല്ല, മറിച്ച് നല്ല പ്രൊഫഷണലായിട്ട് ആ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ തേടുവാനും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനും ഒരു ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷനും അതോടൊപ്പം തന്നെ അവരുടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പുതിയ സംവിധാനങ്ങളും അതാണ് ഈ ഗവൺമെൻറ് ബജറ്റിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത് ഇടുകൊടുക്കെ ചോറും കറി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ടോ അതല്ല എങ്കിൽ 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ പറ്റത്തില്ല. ഗവൺമെൻറ് പടിപടിയായി ഈ കാര്യങ്ങൾ ഗുണപരമായ ഒരു മാറ്റം കേരളീയ സമൂഹത്തിന് ഉണ്ടാകത്തക്ക രീതിയിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകത്തക്ക രീതിയിലുള്ള വലിയ ഭാവനാപൂർണമായ പദ്ധതികളാണ് ഗവൺമെൻറ് ഈ ബജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്.